ഒരു ഫാൻറ്റസി ആക്ഷൻ അനിമെ സീരീസാണ് അക്കാമെ ഗ കിൽ. 24 എപ്പിസോഡ് മാത്രമുള്ള ഒരു ഗംഭീര അനിമയാണിത്. കറപ്ഷനും ക്രൈമും നിറഞ്ഞ എംപയർ. തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയാണ് അവിടുത്തെ രാജാവ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ദുഷ്ടനായ മന്ത്രിയാണ്. എല്ലാ ദുഷ്ടത്തരത്തിനും കൂടെ നിൽക്കാൻ മിലിറ്ററി ലീഡറായ എസ്റ്റത്ത്. എതിരെ നിൽക്കുന്ന ആരെയും കൊന്നറിയാൻ മടിയില്ലാത്ത എസ്റ്റത്തിനെ ശക്തിയിൽ തോൽപ്പിക്കാൻ രാജ്യത്ത് ആരെക്കൊണ്ടും പറ്റില്ല. ഇവരുടെ എല്ലാം കീഴിൽ രാജ്യത്തെ സമ്പന്നർ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നു, പാവപ്പെട്ടവർ എല്ലാം സഹിച്ച് ജീവിക്കുന്നു. ഇങ്ങനെയുള്ള എംപയറിനെതിരെ ഫൈറ്റ് ചെയ്യുന്നവരാണ് റെവല്യൂഷണറി ആർമി. അതിൻ്റെ ഭാഗമായ കഥയിലെ നായകന്മാരടങ്ങുന്ന സംഘമാണ് നൈറ്റ് റൈഡ്. രാജ്യത്ത് ഇവർക്ക് ക്രിമിനൽ സ്റ്റാറ്റസ് ആണെങ്കിലും കറപ്ഷൻ നിറഞ്ഞ രാജഭരണം നശിപ്പിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. നൈറ്റ് റൈഡിലെ ഏറ്റവും പവർഫുള്ളായ ആളാണ് ടൈറ്റിൽ ക്യാരക്ടർ കൂടിയായ അക്കാമെ. എങ്കിലും ടാറ്റ്സുമിയിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. സ്വന്തം ഗ്രാമത്തിൻ്റെ ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി പണം സമ്പാദിക്കാനാണ് അവൻ പട്ടണത്തിലേക്ക് എത്തുന്നത്. രാജ്യത്ത് എത്രത്തോളം കറപ്ഷൻ ഉണ്ടെന്നും സാധാരണക്കാരോട് എത്രത്തോളം ക്രൂരതകളാണ് അവിടെയുള്ളവർ ചെയ്യുന്നതെന്നും മനസ്സിലാക്കിയതിനു ശേഷം അവനും നൈറ്റ് റൈഡിൽ ഒരു മെമ്പറായി മാറുന്നു. കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇമ്പീരിയൽ ആംസ്. ഇമ്പീരിയൽ ആംസ് എന്ന് പറയുന്നത് മാജിക്കൽ ആർട്ടിഫാക്ട്സ് അല്ലെങ്കിൽ വെപ്പൺസിനെയാണ്. പ്രത്യേകതരം മെറ്റീരിയൽസ് കൊണ്ടോ ഡേഞ്ചർ ബീസ്റ്റിൻ്റെ ശരീരഭാഗങ്ങൾ കൊണ്ടോ ആയിരിക്കും ഇവ ഉണ്ടാക്കിയിരിക്കുന്നത്. മരുന്ന്, ആഭരണം, ആയുധങ്ങൾ ഇങ്ങനെ പല രൂപങ്ങളിൽ കാണപ്പെടാറുള്ള ഇമ്പീരിയൽ ആംസ് അത് ഉപയോഗിക്കുന്ന ആൾക്ക് വലിയ രീതിയിലുള്ള ഒരു അഡീഷണൽ പവർ നൽകുന്നു. പക്ഷേ അത് സ്വയം അതിൻ്റെ ഹോസ്റ്റിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ ശക്തി ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇമ്പീരിയൽ ആംസ് കയ്യിലുള്ള 2 പേർ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരാളുടെ മരണം ഉറപ്പാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും പവർഫുള്ളായ ഇമ്പീരിയൽ ആംസ് ആണ് എസ്റ്റത്തിൻ്റെ പക്കലുള്ളത്. ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാത്ത എസ്റ്റത്തിനും എംപയറിനുമെതിരെയാണ് നൈറ്റ് റൈഡിൻ്റെ യുദ്ധം. എസ്റ്റത്ത് മാത്രമല്ല, ഒരുപാട് പവർഫുള്ളായ ക്യാരക്ടേഴ്സ് എംപയറിൻ്റെ ഭാഗത്തുണ്ട്. നൈറ്റ് റൈഡിലെ ഓരോ മെമ്പേഴ്സും ഒന്നിനൊന്നും മെച്ചമാണെന്ന് വേണമെങ്കിൽ പറയാം. ഓരോരുത്തരും അത്രത്തോളം പവർഫുള്ളാണ്. എല്ലാവർക്കും ഒരുപാട് സ്ക്രീൻ ടൈം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഉള്ള കുറച്ച് സമയം കൊണ്ട് തന്നെ എല്ലാവരും നന്നായി ഷൈൻ ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാ ക്യാരക്ടേഴ്സുമായി നമ്മൾ അറ്റാച്ച്ഡായി പോവുകയും ചെയ്യും. പക്ഷേ പ്രതീക്ഷിക്കാതെ വരുന്ന കുറച്ച് മരണങ്ങളും ഇതിലുണ്ട്. ചില ക്യാരക്ടേഴ്സിനെ നന്നായി ഇഷ്ടപ്പെട്ടു വരുമ്പോൾ തന്നെ അവർ മരിച്ചു പോകുന്ന മൊമെന്റ്സ് കുറച്ച് ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. അത് ആരൊക്കെയാണെന്ന് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. ആവശ്യമില്ലാതെ കുറേ ക്യാരക്ടേഴ്സിനെ വലിച്ചു വാരിയിട്ട് അവിടെ ഇവിടെയൊക്കെ കുറേ ആക്ഷൻ സീനുകളൊക്കെ കാണിക്കുന്ന പരിപാടിയൊന്നും ഇതിൽ ചെയ്തിട്ടില്ല. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ ഫൈറ്റിനും അതിൻ്റേതായ കോൺസിക്വൻസുകളുമുണ്ട്. ഒരു ഫാൻറ്റസി ആക്ഷൻ സീരീസിന് പറ്റിയ ഒരു എപ്പിക് ഷോഡൗൺ തന്നെയാണ് ക്ലൈമാക്സിൽ സംഭവിക്കുന്നത്. നല്ല രീതിയിലുള്ള റൈറ്റിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോ ആക്ഷൻ സീനുകളും അത്രത്തോളം ഇമ്പാക്റ്റ്ഫുള്ളായി തന്നെ നമുക്ക് തോന്നും. ബാക്ക്ഗ്രൗണ്ട് സ്കോറും എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഓബിയസ്ലി നായകന്മാർ അവസാനം ജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ കുറച്ച് ട്രാജിക്കായ ഒരു എൻഡിംഗ് ആണ് ഇതിൻ്റേത്. ഒരുപാട് പുതിയ അനിമേസ് ഇറങ്ങുന്നതിനിടയിൽ ഇതുപോലുള്ള നല്ല അനിമേ സീരീസ് ആരും മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായും കണ്ടു നോക്കണം. അനിമേ ലവേഴ്സിന് ഉറപ്പായി ഇഷ്ടപ്പെടുന്ന ഒരു സീരീസാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.